അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ നമുക്ക് എങ്ങനെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ അത്രയും സമയം കൂടി സേവ് ചെയ്ത് ആ സമയം നമുക്ക് മറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിവോട്ട് ചെയ്ത് നമ്മുടെ മോർണിംഗ്സ് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാനുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ മണി സേവിങ് ആയിട്ടുള്ള ടിപ്സാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ മോർണിംഗ്സ് എല്ലാ ദിവസവും ഒരേപോലെ അല്ല. എനിക്കിപ്പോൾ രാവിലെ ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ 6 മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ 7:30 7:45. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഡ്യൂട്ടി ഉള്ള ഒരു ദിവസമാണെങ്കിലും അല്ലെങ്കിലും എണീറ്റിട്ട് ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. ആ ഒരു സമയം ഞാൻ ശരിക്കും എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എൻ്റെ ഒരു മെൻ്റൽ പീസിന് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ കുറച്ച് മെഡിറ്റേഷനും പോസിറ്റീവ് കോട്ട്സൊക്കെ വായിച്ച് കുറച്ച് ആ ഒരു ഡേ നല്ലതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു സമയമാണ്. ആ സമയം തന്നെ മോൻ എണീക്കും. അപ്പം ഫീഡ് ചെയ്തിട്ട് അവനെ പിന്നെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അടുക്കളയിലേക്കാണ് പോകുന്നത്. ഈ സമയം ആക്ച്വലി ഞാൻ മോൻ്റെ കുപ്പികൾ സ്റ്റെറിലൈസ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പം നമ്മളതെടുത്ത് മാറ്റി വെക്കുകയാണ്. കൗണ്ടർ ടോപ്പിൻ്റെ മേലെ നമ്മൾ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. അതിപ്പോഴേ എടുത്ത് ഷെൽഫിലേക്ക് വെക്കേണ്ട. നമുക്ക് അതിൽ പലതും ആവശ്യമുണ്ടാവും. അവിടെ നമുക്ക് കുറേ സമയം സേവ് ചെയ്യാം. രണ്ടാമത് നമ്മൾ പാൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് തിളപ്പിച്ചാറി തലേ ദിവസം തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിറ്റേ ദിവസം അതൊന്ന് ചൂടാക്കേ വേണ്ടൂ. അപ്പം നമുക്ക് അതിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് കൗണ്ടർ ടോപ്പ് എനിക്ക് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം, അതുകൊണ്ട് ഞാനിങ്ങനെ തൂക്കും. പക്ഷെ അത് ഒരു സമയത്തിൻ്റെതായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളത് ഇടയ്ക്ക് ചെയ്യണം എന്നില്ല. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ചെയ്യേ വേണ്ടു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചോറടുപ്പത്ത് വെക്കുകയാണ്. ഞാൻ എപ്പോഴും ഒരു 3 ദിവസത്തേക്കുള്ള ചോറടുപ്പത്ത് വെക്കും കേട്ടോ. ഒറ്റ സ്ട്രെച്ചിന് ഉണ്ടാക്കും. കാരണം അപ്പം നമുക്ക് 3 ദിവസത്തെ സമയം ലാഭിക്കാം, കുക്കിംഗ് ഗ്യാസും ലാഭിക്കാം. കോഫി കുടിക്കുന്ന സമയത്ത് ഞാൻ ഈ വായിക്കുന്നത് വേറെ ഒന്നും അല്ല, ഞാൻ ഇതുപോലെ മീൽ പ്ലാൻസ് എഴുതി വെക്കും. ഒരാഴ്ചത്തേക്കുള്ളതാണ് ഞാൻ എഴുതി വെക്കുക. ആ ഒരാഴ്ചത്തേക്കുള്ള അനുസരിച്ചാണ് ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ആ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതേപോലെ ചാർട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല വീക്ക്ലി എക്സ്പെൻസസും ഞങ്ങൾ ഇതേപോലെ എഴുതിയിട്ട് ആ ആഴ്ചയുടെ അവസാനം ഞങ്ങളിങ്ങനെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ നോക്കും. അപ്പോൾ എവിടെയാണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വന്നതെന്നും ഒക്കെ നമുക്ക് നോക്കി അതിനനുസരിച്ച് അടുത്ത വീക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ഇടാം കേട്ടോ. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഞാനതിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഇംപ്ലിമെൻ്റ് ആയി വരുന്നുമുണ്ട്. ഇപ്പം നമ്മൾ രാവിലത്തേക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. എപ്പോഴും ഞാൻ 2 ദിവസത്തേക്കുള്ള കറി ഉണ്ടാക്കി വയ്ക്കും. അത് എന്ത് ഫുഡ് ഞാൻ ഉണ്ടാക്കിയാലും 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പം നമ്മൾ മിൻറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. പുതിന ചട്നി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല സുഖമായിട്ട് 2 ദിവസം ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ നമ്മളിവിടെ തേങ്ങയിൽ പുതിനയും അതേപോലെ കുറച്ച് മല്ലിയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ പച്ചമുളകും ഇട്ട് അരച്ചിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കറിവേപ്പിലയും വറ്റൽമുളകും കുഞ്ഞുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആ അരച്ച മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിൽ വെള്ളം ആ ഗ്രൈൻഡർ ജാറിൽ തന്നെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുലുക്കി ഒഴിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ദോശമാവാണ്. ഏത് മാവ് ആട്ടിയാലും ഞാൻ അതും ഒരു 3 ദിവസത്തേക്ക് ചെയ്ത് വെക്കും. അപ്പോൾ എളുപ്പമാണ്. പിന്നെ അതേപോലെ ദോശയൊക്കെ ചുടാൻ ഇതേപോലത്തെ ഒരു പാൻ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കുട്ടി ദോശയല്ല വലിയ ദോശയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ, നമുക്ക് ടൈം സേവ് ചെയ്യാം, കുക്കിംഗ് ഗ്യാസും സേവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാനിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അഗെയിൻ ഞാൻ പിന്നെയും കൗണ്ടർ ടോപ്പ് തൂക്കുകയാണ്. ഇതൊരു ഹാബിറ്റ് ആക്കിയാൽ നമ്മൾ അറിയാതെ തന്നെ ഇത് ചെയ്തു പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ചെടികൾ ഒന്ന് നോക്കണം. എനിക്ക് ഒരുപാട് ചെടികളൊന്നും എനിക്കില്ല. എനിക്കിപ്പോൾ ഉള്ളത് ഒരു ചീരേൻ്റെയും അത് ഞാൻ നട്ടിട്ടേ ഉള്ളൂ, ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു പച്ചമുളകിൻ്റെ ചെടിയും. അപ്പം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, മുന്നേ നമുക്കൊരു കറിവേപ്പിലേൻ്റെ ചെടി ഉണ്ടായിരുന്നു. നാട്ടിൽ പോയി വന്നപ്പോഴേക്കും അത് നാശമായിപ്പോയി. അപ്പം കുറച്ച് നേരം ചെടിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുകയാണ് കേട്ടോ.
അപ്പം നെക്സ്റ്റ് ഡേ നമുക്കൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടു, സമയം ലാഭിക്കാം. ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം ചട്നി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഒരു കുഴപ്പമില്ല. ആരെങ്കിലും പറയുമോ ഇത് തലേന്ന് ഉണ്ടാക്കിയതാണെന്ന്? ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. വേണമെങ്കിൽ തലേന്ന് തന്നെ നമുക്ക് കറികൾ ഉണ്ടാക്കി വെക്കാം, പക്ഷെ ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോൾ 2-3 ദിവസത്തേക്കാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേന്ന് ഉണ്ടാക്കി പിറ്റേന്ന് മുന്നേ 3 ദിവസം എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരുത്തണ്ടെന്ന് വിചാരിച്ച് ഇതേപോലെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കും. കോവയ്ക്കാണത്, മാരിനേറ്റ് ചെയ്ത് വെക്കും. ഇതുപോലെ പച്ചക്കറികൾ കറിക്ക് ആവശ്യമുള്ളതൊക്കെ അരിഞ്ഞും വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, പിറ്റേ ദിവസം എടുത്ത് അങ്ങോട്ട് കറി ഉണ്ടാക്കുക വേണ്ടു. ഇതിപ്പം മാംഗോ കറിയാണ്, മാങ്ങ കൂട്ടാൻ. അതേപോലെ തന്നെ നേരത്തെ കോവയ്ക്ക മാരിനേറ്റ് ചെയ്ത് വെച്ചതും ഇതേപോലെ ആവശ്യമുള്ളതെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ ബാലൻസ് പിന്നെ ഫ്രിഡ്ജ് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് വെക്കാം. ഇത് ഒരു 3 ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. അതേപോലെ ഇപ്പം ചില ദിവസങ്ങൾ രാവിലെ ഉച്ചയ്ക്കത്തെ ചോറ് തന്നെയാണ് ഞങ്ങൾ രാത്രി എടുക്കുന്നത്. ചില ദിവസം മാത്രം ഒന്ന് മാറ്റി പിടിക്കും, ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അതും നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് 2-3 ദിവസത്തേക്കാക്കി നമ്മൾ ചെയ്താൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമ്മൾ ഒരുവിധം നമ്മുടെ കാര്യങ്ങൾ നേരത്തെ ഒന്ന് ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്താൽ ഏത് കാര്യവും എളുപ്പമാണ്, ഒന്നും ഇമ്പോസിബിൾ അല്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ പറയുക, അപ്പം നമ്മുടെ ലൈഫും പോസിറ്റീവായിരിക്കും. ബൈ ബൈ.